ഈശോ അവരോട് പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിനുള്ള വകയിൽ നിന്നും മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള മക്കളെ, നിയമജ്ഞരുടെ കപട ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഈശോ ദരിദ്രയായ ഒരു വിധവയുടെ ദേവാലയ കാണിക്കയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന വചനഭാഗത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്ന നിയമജ്ഞർക്കുള്ള ഒരു താക്കീതായാണ് ഈശോ വിധവയെ ചൂണ്ടിക്കാണിക്കുന്നത്. ധനികർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും ദാനം നൽകിയപ്പോൾ പാവപ്പെട്ട ഈ വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവന മാർഗത്തിനായി നീക്കിവെച്ച ഏറ്റവും ചെറിയ തുക പോലും 2 ചെമ്പ് നാണയങ്ങൾ കൃത്യമായി ദൈവത്തിന് കാണിക്കയായി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നമ്മെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ നല്ല മനോഭാവങ്ങളും ചിന്തകളും പ്രവൃത്തികളും കാഴ്ചപ്പാടുമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം നിർണ്ണയിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ വിലയുള്ളതാക്കി തീർക്കുന്നത്. മദർ തെരേസയെ പോലെ നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മിൽ നിന്നും വ്യത്യസ്തരാകുന്നത് ഇത്തരം ചില ശ്രേഷ്ഠമായ മനോഭാവങ്ങൾ സ്വന്തം പ്രവൃത്തികളിൽ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ്. നമുക്ക് എത്രമാത്രം കഴിവുകളും സമ്പത്തും വലിപ്പവും ഉണ്ട് എന്നതിലല്ല, നമുക്കുള്ളത് എത്ര ചെറുതാണെങ്കിലും നാം അത് എത്രമാത്രം ഔദാര്യത്തോടെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്നു എന്നതിലാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത അടങ്ങിയിരിക്കുന്നത്. നാം എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ സ്വർഗീയ സമ്മാനം പ്രതിഫലമായി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കുറവുകളും നിറവുകളും പരിമിതികളും ബലഹീനതകളും എല്ലാം സമ്പൂർണമായി ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവം അവയെല്ലാം സ്വീകരിക്കുകയും അനുഗ്രഹങ്ങളായി നമ്മിൽ വർഷിക്കുകയും ചെയ്യും. തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ടാണല്ലോ ഈശോ സമ്പൂർണ്ണ ബലിയായി പിതാവിന് സമർപ്പിച്ചതും മഹത്വത്തിലേക്ക് പ്രവേശിച്ചതും. ശൂന്യവൽക്കരണം ക്രിസ്തീയ ജീവിത ശൈലിയാണ്. ദരിദ്രരോടും ദുർബലരോടും വിധവകളോടും കാരുണ്യവും സ്നേഹവും നീതിയും പ്രകടിപ്പിക്കുവാനും അവരുടെ ഞെരുക്കങ്ങളിൽ അവരുടെ കൂടെ നിന്ന് സഹായിക്കുവാനും നമുക്ക് എന്നും സാധിക്കട്ടെ. ഇന്നേ ദിവസം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയവയെല്ലാം സമ്പൂർണമായി അങ്ങേ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ അവ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള ആത്മീയ വെളിച്ചം ഇന്നേ ദിവസം ഞങ്ങളിൽ പ്രത്യേകം ചൊരിയണമേ എന്ന്. ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള മക്കളെ, ഈശോയോടൊപ്പമുള്ള നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.